ഹലോ ഫ്രണ്ട്സ്, എല്ലാം പുതിയ വലിയ സ്വന്തം കഴിച്ചിട്ടുണ്ടോ? നമ്മളിന്നൊരു ഉസ്തി കണ്ടിട്ട് ഉണ്ടാക്കിയിട്ടാണ് കണ്ടാ. ഇത് ബുള്ളറ്റ് പോകും കണ്ടാ. നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കണം നോക്കാം. അപ്പോൾ നേരെ വീട്ടിലേക്ക് വരുമ്പോൾ ചാനൽ സബ്സ്ക്രൈബിലേക്ക് കയറാം. നമുക്ക് നേരെ വീട്ടിലേക്കോ. അപ്പോൾ ഉണ്ടാക്കാനായിട്ട് നമുക്കൊരു കാർബണിൻ്റെ പീസ് വേണം. ആ പീസിൽ നമ്മൾ തോക്കൻ ചെയ്ത് വരച്ചെടുക്കാണ്ട് ഇങ്ങനെ മുറിച്ചെടുക്കുന്നത്. ഇങ്ങനെ രണ്ടെണ്ണം ഓരോത്തിൻ്റെ സെൻറ്ററിൽ ഇങ്ങനെ ഒരു മുറിച്ചെടുക്കുക. ഇങ്ങനെ നീളത്തിൽ അതിൻ്റെ ഇങ്ങനത്തെ 3 ഷേപ്പ് എടുക്കണം. കാർബണിന് മുറിച്ച് ഇങ്ങനത്തെ 3 ഷേപ്പ് എടുത്തിട്ട് 3 ഒരുമിച്ച് ചൊട്ടിക്കുക. അതിൻ്റെ ഇങ്ങനത്തെ ഒരു നൂലിലൊക്കെ സംഭവമില്ലേ, അത് നമ്മൾ എടുക്കണം. അത് നമ്മൾ ഈ സാധനത്തിൻ്റെ ഫ്രണ്ടിൽ ചൊട്ടിക്കുക. ആ 3 ഒട്ടിച്ചില്ലേ, അതിൻ്റെ ഒരു പേപ്പർ റോൾ എടുക്കണം. എന്നിട്ട് അതിൻ്റെ ബാക്ക് വശം ഇങ്ങനെ മടക്കണം. ഇങ്ങനെയാണ് മടക്കുക. അത് കഴിഞ്ഞിട്ട് ഒരു ടൂത്ത് പിക്ക് അതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വെച്ചിട്ട് ഒട്ടിച്ചെടുക്കുക. ഇതിങ്ങനെ കണ്ട. അതിൻ്റെ 2 ഐസ്ക്രീം സ്റ്റിക്കിൻ്റെ പീസ് എടുക്കണം. അത് 2 ഒരുമിച്ച് ചൊട്ടിക്കുക. അത് കഴിഞ്ഞിട്ട് അത് നമ്മൾ ഈ ഇതിൻ്റെ ബാക്കിൽ വെച്ചിട്ട് ഇങ്ങനെ ഒട്ടിച്ചെടുക്കുക. കണ്ട. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഈ ടൂത്ത് പിക്ക് വെച്ചില്ല, അതിൻ്റെ ഒരു ഭാഗം മുറിച്ച് കളയുക. ഒരു സൈഡ് മതി. നമുക്ക് റീലോഡ് ചെയ്യാൻ വേണ്ടിയാണ്. അത് നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ഇറക്കുക. ഇതും ഇങ്ങനെ തടഞ്ഞിരിക്കുന്ന ഐസ്ക്രീം സ്റ്റിക്കുമേ ഇതാണ് വർക്കിങ്. അതിൻ്റെ റബ്ബർ ബാൻഡ് ഇടുക. എന്നിട്ട് നേരെ ഇവിടുന്ന് ഈ ടൂത്ത് പിക്കുമ്പോൾ ഇങ്ങനെ കുളത്തിടുക. എന്നിട്ട് ഇത് വലിച്ച് നമ്മൾ ബാക്ക് ഇവിടെ റീലോഡ് ചെയ്ത് വയ്ക്കുക. നിങ്ങൾ റീലോഡ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഇത് പിടിച്ച് പൊക്കുക. ഇതാണ് നമ്മുടെ വർക്കിംഗ് മൊത്തം കണ്ട. എന്നിട്ട് നമ്മൾ നേരത്തെ മുറിച്ച് തോക്കിൻ്റെ പീസില്ലേ, അത് നമ്മൾ നേരെ ഇറക്കി വയ്ക്കുക. നമ്മൾ ആ നടുക്ക് നീളത്തിൽ മുറിച്ചില്ലേ, അത് നമ്മൾ ആ ടൂത്ത് പിക്ക് പുറത്തേണ്ട ഇതിലിങ്ങനെ വയ്ക്കുക. കണ്ട ഇങ്ങനെ. എന്നിട്ട് മറ്റേ ഭാഗം അപ്പുറത്ത് കിടക്കാണ്ട് ഈ തുറന്നിരിക്കുന്ന ഭാഗമൊക്കെ നമ്മൾ അടച്ചെടുക്കണം. ഇതിങ്ങനെ റീലോഡ് ചെയ്യുക, എന്നിട്ട് പൊക്കുക. ഇതാണ് നമ്മൾ വർക്കിംഗ് കണ്ട. റീലോഡ് ചെയ്യാൻ വേണ്ടിയാണ് അവിടെ മുറിച്ചെടുക്കാൻ പറഞ്ഞാൽ അതിൻ്റെ സെൻറ്ററിൽ. എന്നിട്ട് ഒരു നീളത്തിലുള്ള പീസ് എടുത്തിട്ട് അതിൻ്റെ മുകളൊക്കെ നമ്മൾ അടച്ചെടുക്കണം. ഇങ്ങനെ ഉണ്ടാകും. ഇപ്പോൾ നമ്മൾ അടച്ചെടുത്താണ് കേട്ടോ. ഇത് മൊത്തത്തിൽ അടച്ചെടുക്കുമ്പോൾ അതിൻ്റെ ബാക്ക് വശത്ത് ചെറിയൊരു ഹോളാണ് കേട്ടോ. നമ്മൾ വിരൽ വെച്ച് ഇങ്ങനെ വെടിയിക്കാൻ വേണ്ടിയാണിത്. അപ്പോൾ നമ്മൾ തോക്കിൽ ഇവിടെ നമ്മുടെ തോക്കിൻ്റെ ഉസിയുടെ ശരിക്കുള്ള ഷേപ്പിൽ അങ്ങനത്തെ ചില പീസുകൾ ഇവിടെ ചൊട്ടിച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ. അത് കാണിച്ചുള്ള പിന്നെ ഇവിടെ ഒരു ഹോളിലിട്ട് ഇങ്ങനത്തെ ഒരു ഷേപ്പ് എടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ കയറ്റിക്കുക. അപ്പോൾ നമ്മുടെ ഉസിയുടെ ശരിക്കുള്ള ഷേപ്പ് ഇട്ട് കിട്ടും കണ്ടോ. പിന്നെ നമുക്കിത് ഇങ്ങനെ റീലോഡ് ചെയ്യാം. ബുള്ളറ്റായിട്ട് പേപ്പറിൻ്റെ ഇത് തന്നെയായിട്ട് എടുത്താണ് കണ്ട. അതിൻ്റെ അതിൻ്റെ ഉള്ളിൽ ഇടാം ഇട്ട് റെഡി ചെയ്യാം കടാ. സ്റ്റോക്ക് എടുക്കാം. റീലോഡ് ചെയ്യാം. എന്നിട്ട് ബുള്ളറ്റ് എടുക്കുക. ബുള്ളറ്റിനായിട്ട് പേപ്പർ റോൾ ചെയ്തിട്ട് എടുത്താണ്. എടുത്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഇടാം. കഴിഞ്ഞിട്ട് നമ്മൾ വിരൽ എവിടേക്ക് ഇട്ടിട്ട് പൊക്കാം കണ്ടോ. സംഭവം അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് പോകണ്ട കേട്ടോ. റബ്ബർ ബാൻഡ് കുറച്ച് 2-3 ഇട്ടാൽ നല്ല പവർ കിട്ടോ. ഈ സംഭവം അത്യാവശ്യം ദൂരമൊക്കെ പോകണ്ട കേട്ടോ. ഫ്രണ്ട്സ്, അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ലൈക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് അടുത്തിട്ട് കാണാം.